ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു. റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇന്നും നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണുന്നത്. ഒരു പുതിയ സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്റ്റിച്ച് തന്നെ. റേസ്ഡ് ബോൺ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ എന്നാൽ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ട്യൂട്ടോറിയൽ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. അതുപോലെ ആർക്കെങ്കിലും ഇന്നിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ പോലത്തെ വേറെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതും അവൈലബിൾ ആണ്. ഇതുപോലത്തെ വേറെ കളർ ഷീറ്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. ഇത് ഞാൻ ബേസിക്കലി ചെയ്തിരിക്കുന്നത് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ പീച്ച് ഷെയ്ഡിൽ, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, തീരെ ലൈറ്റ് അല്ല, ഒരു നല്ല പീച്ച് ഷെയ്ഡിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ചിട്ട് നല്ല ഇങ്ങനത്തെ ഒരു ഫ്രോക്കൊക്കെ തയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വർക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ ഫ്രില്ലിട്ടിട്ട് നമ്മൾ ഒറ്റ ഉടുപ്പായിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചുരിദാറായിട്ട് ഇതായിട്ട് ഒരു ഷോളും കൂടെ ഇട്ടാൽ പാൻസും വേണ്ടാത്ത രീതിയിലുള്ള അല്ലേ, അതുപോലെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ തയ്ക്കാവുന്നതാണ്. 3 മീറ്റേഴ്സാണ് മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് വന്നിട്ട് വരുന്നത്. ഇതുപോലെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് കഴുത്തിൻ്റെ താഴത്ത് മെറ്റീരിയൽ 3 മീറ്റർ ലെങ്ത്താണ്. അതിൻ്റെ അകത്ത് കഴുത്ത് ഇവിടെ വന്നിട്ട് ഈ സെയിം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ആ മോഡലിൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് മെയിനിലോട്ടാണ് വർക്ക് വരുന്നത്. ഈ ഫുൾ ചെസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ്, ഇത് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇത് സോഫ്റ്റ് ഓർഗൻസയാണ് മെറ്റീരിയൽ. 3 മീറ്റേഴ്സാണ് ലെങ്ത്ത്. ലൈനിങ് ഒക്കെ ഇട്ട് നല്ല ഫ്രില്ലൊക്കെ ഇട്ട് ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുർത്ത തയ്ച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് രീതി തയ്ക്കാവുന്നതാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതുപോലെ വേറെ ഏതെങ്കിലും കളർ ഷീറ്റ്സിൽ ഇങ്ങനത്തെ വർക്ക് വേണം, 3 മീറ്റേഴ്സിൽ വേണം എന്നുണ്ടെങ്കിൽ അതായാലും പറഞ്ഞാൽ മതി. കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്ത് തരുന്നതാണ്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇത് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ 3 മീറ്റർ വിത്ത് വർക്ക്. റേറ്റ് വരുന്നത് 1000 റുപ്പീസാണ്. താല്പര്യമുള്ളവർ താഴെ കണ്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. വീഡിയോയിൽ ഇതിൻ്റെ കളർ, എക്സാക്ട് കളർ, തുണിയുടെ കളർ വരുന്നില്ല. ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത് തീരെ ലൈറ്റായിട്ട് നമുക്ക് കാണുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ് പീച്ചാണ്. കുറേ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈ ഒക്കെ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് പലതരം സ്റ്റിച്ചും പല കളേഴ്സുമാണ്. ഒലീവ് ഗ്രീനുണ്ട്, ലൈറ്റ് ഒലീവ് ഗ്രീനും, ഡാർക്ക് ഷെയ്ഡ് ഒലീവ് ഗ്രീനും, പിന്നെ വേറൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീനും. ഫ്രഞ്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്രീം കളർ, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സിനാണെങ്കിലും നല്ല ബ്രൈറ്റ് റെഡ് ഉണ്ട്. സൺഫ്ലവർ പോലെ തയ്ക്കുന്നതിന് വൈറ്റ് ഷെയ്ഡ്, ഇവിടെ ലൈറ്റ് പിങ്കാണ്. പിന്നെ ബട്ടർഫ്ലൈ മൾട്ടി ഷെയ്ഡ് ത്രെഡും കൊണ്ടാണ്, യെല്ലോ, പീച്ച്, വേറൊരു റെഡ് ഷെയ്ഡ്, അങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റേറ്റ് 1000 റുപ്പീസാണ്. 3 മീറ്റർ മെറ്റീരിയൽ പ്ലസ് വർക്കാണ് ഈ 1000 റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഈ ഒരു കുഞ്ഞ് ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇതൊരു എംപോസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ട്യൂട്ടോറിയൽ കണ്ടത് റേസ്ഡ് ഫിഷ് ബോണാണ്. ഇന്ന് നമ്മൾ ആദ്യം സ്റ്റെം സ്റ്റിച്ച് വെച്ച് തയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ്സ് എല്ലാം റേസ്ഡ് ഫിഷ് ബോൺ അല്ല, നോർമൽ ഫിഷ് ബോൺ വെച്ച് തയ്ക്കാം. അപ്പോൾ ഇതിന് ഞാൻ 2 strands ആണ് എടുത്തിരിക്കുന്നത്. അധികം തടിച്ച് നിൽക്കേണ്ട. ഇതിന് 1 strands ആയാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ഭംഗി കിട്ടാനായിട്ട്. തീരെ തിന്നായിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 strands ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് തയ്ച്ചാൽ അത്രയും ഭംഗി കൂടും. നമ്മൾ എപ്പോഴും അകത്തി തയ്ച്ച് പെട്ടെന്ന് തീരാൻ വേണ്ടി മിക്കവാറും അകത്തിയാണ് തയ്ക്കുന്നത്. അടുപ്പിച്ച് തയ്ക്കുകയാണെങ്കിൽ സ്റ്റെം സ്റ്റിച്ചിൻ്റെയൊക്കെ ഭംഗി, സ്റ്റെമ്മും അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച്, അതൊക്കെ അടുപ്പിച്ച് തയ്ച്ചാലാണ് ആ വർക്കിനൊരു ഫിനിഷിങ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുക. വളരെ പാസ്റ്റൽ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതുപോലെ സ്റ്റെം സ്റ്റിച്ച് അടുപ്പിച്ച് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ച് തന്നെ
തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ലീഫ് നമുക്ക് ഫിഷ് ബോൺ യൂസ് ചെയ്ത് സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ സ്റ്റെമ്മ് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഫിഷ് ബോൺ വെച്ചിട്ട് നമുക്ക് ലീവ്സ് തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് മേളിൽ തന്നെ ലീഫിൻ്റെ ടിപ്പിൽ തന്നെ കുത്തിയെടുക്കുക, കുറച്ച് താത്തി സെൻറ്ററിൽ തന്നെ. മറ്റേത് നമ്മൾ റേസ്ഡ് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത്തിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കുക ചെയ്തത്. ഇതിങ്ങനെ ഹാഫ് പോർഷനിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ നടുക്ക് ഒരു പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. സൈഡിൽ നിന്ന് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഇവിടുന്ന് തൊട്ട് താഴെ അല്ലെങ്കിൽ ആ പോയിന്റിൽ തന്നെ എടുത്തിട്ട് അപ്പുറത്തോട്ട് അങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് അത് തൊട്ട് താഴെ. അങ്ങനെ അധികം ഡിസ്റ്റൻസ് വിടരുത്. ഡിസ്റ്റൻസ് വിട്ടിട്ട് ഗ്യാപ്പ് വരും, ഫിനിഷിങ് കിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ അപ്പുറം ഇപ്പുറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തയ്ച്ച് ഇത് നമ്മൾ ലീഫ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നോർമൽ ഫിഷ് ബോൺ സ്റ്റിച്ച്. നമ്മൾ റേസ്ഡ് ഫിഷ് ബോൺ ആണെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ആദ്യം ഒരു ഇത് തയ്ച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയായിരുന്നു ട്വിസ്റ്റ് ചെയ്തെടുത്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയാണ് ഫിഷ് ബോൺ ചെയ്യേണ്ടത്. അത് അടുപ്പിച്ച് കുത്തുക. അതാണ് അതിൻ്റെ നീറ്റ്നെസ് കിട്ടാനുള്ള ഒരു എല്ലാവരും പറയും നമുക്ക് സ്റ്റിച്ച് അറിയാൻ നീറ്റ്നെസ് വരുന്നില്ല എന്ന്. അപ്പം ഇതിൻ്റെ നീറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റിച്ചിന് നീറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് കുത്തിയാലാണ് അതിൻ്റെ ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അതല്ലാണ്ട് നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടത്തില്ല. പിന്നെ കൃത്യം സെൻറ്ററിൽ തന്നെ കുത്തിയും പോകണം. എന്നാൽ അല്ലെങ്കിൽ സിഗ്സാഗായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു ഫിനിഷിങ്. ഇപ്പോൾ സെൻറ്റർ കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ നടുക്കൊരു സെൻറ്റർ ലൈൻ വരച്ചിട്ട് ഇതുപോലെ തയ്ക്കാൻ തുടങ്ങിക്കും. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു എല്ലാ ലീവ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെമ്മും ലീഫും അതുപോലെ തന്നെ ഒരു ഫ്ലവറും ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി കാണാൻ പോണത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരിതാണ്. നമുക്ക് നടുക്കിന് സെൻറ്ററിൽ ബീഡോ അതുപോലെ ഫ്രഞ്ച് നോട്ടോ സെയിം കളറോ അത് വേറെ കളറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ ഡിസൈനാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവറാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ താഴത്തെ ഉള്ളിലത്തെ പോർഷൻ ഇത് കുഞ്ഞിതാട്ടോ. വലുതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. ഇത് തീരെ കുഞ്ഞിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പുറകിൽ നടുക്കത്തെ പോർഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. ഇതുപോലെ എല്ലായിടത്തെയും ഈ ഒരു പെറ്റിൽ ഇവിടുന്ന് ഇവിടം വരെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കുന്നു. പിന്നെ അടുത്ത പെറ്റിലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലോട്ട് താത്തണം. പിന്നെ ഇത് എന്നിട്ട് ഈ എല്ലാ പെറ്റലിൻ്റെയും താഴത്തെ സൈഡ് നമ്മൾ താഴത്തെ എൻഡ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ പെറ്റലിൻ്റെയും താഴെ ചെയ്യുന്നു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലത്തെ ഇപ്പം നമ്മൾ തയ്ച്ച് തീർന്ന ഈ പെറ്റിലാണ്, അതിൻ്റെ ബോട്ടമാണ് നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മേളിലത്തെ പെറ്റലിൻ്റെ ടിപ്പും നമ്മൾ തയ്ക്കുകയാണ് ഇതുപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച്. വരച്ച ഡിസൈനേക്കാളും ഒന്ന് പുറത്ത് തയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഇച്ചിരി താഴത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ ആ വരച്ച പാട് കാണും. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ മേളിലും താഴെയും ഒരു പെറ്റലിൻ്റെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഏത് ഈ പെറ്റിലല്ലേ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ പെറ്റലിൻ്റെ സൈഡിൽ തയ്ച്ചതിൻ്റെ കുറച്ച് മേളിലായിട്ട് നമ്മൾ നീഡിൽ കുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയിൻസ് ആക്കി ലൂപ്പാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെ ഈ പെറ്റലിൻ്റെ താഴെയുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെയും അതുപോലെ മേളിലുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെയും കൂടെ നീഡിൽ പാസ് ചെയ്യുക. എന്നിട്ട് ഈ ലൂപ്പ് ത്രെഡ് നീഡിലിൻ്റെ താഴത്ത് വയ്ക്കുക ഇങ്ങനെ. എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ
ത്രെഡിൻ്റെ താഴത്തെ കൂടെ മാത്രമാണ് നീഡിൽ പാസ് ചെയ്യുന്നത്, ക്ലോത്തായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ വലിക്കരുത്, ഒത്തിരി വലിച്ച് അതങ്ങ്, ഞാനിപ്പോൾ ഒത്തിരി വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ബെൻഡായി താഴത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വരച്ചതിൻ്റെ ഡിസൈൻ കാണും, വരച്ച ഡിസൈൻ നമുക്ക് പുറത്ത് കാണും. ഒത്തിരി വലിക്കണ്ട. ഇനി ഈ പെറ്റൽ ഫില്ലാവണം അവിടം വരെ ഒരു 3-4 വട്ടം ചെയ്യേണ്ട വരും. പെറ്റലിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും എത്ര വട്ടം ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുക. ഇതൊന്നും നമ്മൾ നീഡിൽ ടച്ച് ചെയ്യുന്നില്ല. ഇതിപ്പോൾ 4 എണ്ണത്തിൽ നമ്മുടെ ഈ ഒരു പെറ്റൽ ഫില്ലാകും. 4 വട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഒരു പെറ്റൽ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള പെറ്റലെല്ലാം ചെയ്തത്. ഇതുപോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ നമ്മൾ ചെയ്തെടുത്തത്. ഇനി വീണ്ടും ഇവിടുന്ന് മേളിൽ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കുകയാണ്. ഇവിടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിച്ചു വരെ താഴത്തെ പെറ്റലിൻ്റെ താഴത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ തൊട്ട് മേളിലായിട്ട് നമ്മൾ ഒന്ന് പൊക്കിയെടുക്കുകയാണ്. ഇവിടെയായിട്ട് പൊക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് മേളത്തെയും താഴത്തെയും സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നീഡിൽ പാസ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫിനിഷിങ് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുറുക്ക വലിക്കരുത്. അപ്പോഴാണ് നല്ലൊരു ഭംഗിയിൽ വരുള്ളൂ. ഇച്ചിരി ലൂസായിട്ട് തന്നെ അഴഞ്ഞ് തന്നെ ഇരുന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഫിഷ് ബോൺ തയ്ക്കുമ്പോഴും സ്റ്റെം തയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് തയ്ക്കുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ വൃത്തിയുള്ള നീറ്റായിട്ടുള്ള പാറ്റേൺ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ ബൈ.